ചാരിമിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി. ഇന്ന് കുറച്ച് ചോദ്യങ്ങളെ എൻ്റെ ഒരു ചോദ്യം ഒരു കുട്ടിക്കഥയൊക്കെ കൊണ്ടിട്ടാണ് വന്നിരിക്കണേ. കഴിഞ്ഞ ദിവസം എന്താ ചോദ്യം ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചിരുന്നു കേട്ടോ കുറേ പേര്. ഞാൻ മറന്നുപോയതാ ചോദ്യം ചോദിക്കാൻ. ഞാനിങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കഥയുടെ ഫ്ലോയിൽ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വിട്ടുപോയി. എനിക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നുള്ളത്. താഴെ കമൻറ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ, അയ്യോ ഞാൻ ചോദ്യം ചോദിക്കാൻ വിട്ടുപോയല്ലോ എന്ന്. അപ്പം ഇന്ന് ആദ്യം തന്നെ എൻ്റെ ചോദ്യമാണ് കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പന് ഗോവിന്ദ പട്ടാഭിഷേകം എന്ന കഥയിൽ ആരാണ് ആ ഗോവിന്ദനായിട്ട് പട്ടാഭിഷേകം ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഗോവിന്ദൻ എന്ന പേര് എങ്ങനെ വന്നു? ഗോവിന്ദ പട്ടാഭിഷേകത്തിൽ ആരാണ് ഭഗവാനെ ഗോവിന്ദനായിട്ട് പട്ടാഭിഷേകം ചെയ്തത്? ഇതാണ് ചോദ്യം. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലെങ്കിൽ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. വിദ്യ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉണ്ണിക്കണ്ണനെ വീട്ടിൽ നേദിക്കുന്നതിനെ കുറിച്ച് സവിത പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? വിശേഷ ദിവസങ്ങളിൽ മാത്രമാണോ അതോ എല്ലാ ദിവസവും നേദിക്കണോ? ഇതിനെക്കുറിച്ചൊന്നും ഒരറിവില്ലാത്തത് കൊണ്ടാണ് മറ്റാരും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞു തരൂ എന്നാണ് കേട്ടോ. വിശേഷാൽ അവസരങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ പോലെയുള്ള അവസരങ്ങളിലൊക്കെ ഒരുവിധം അമ്മമാരൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ട അപ്പമോ പാൽപ്പായസമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു തുളസിയില ഇടുക എന്നുള്ളൊരു പതിവുണ്ട്. നേദിക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ മാത്രം ഉദ്ദേശിക്കുന്നവരുണ്ട്. ഞാൻ നേദിക്കുക എന്ന് പറയണത്, ഞാനൊരു നമ്പൂതിരി കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഇല്ലത്ത് നേദ്യം പതിവുണ്ട്. അതായത് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് പ്ലാക്കുടി ഇല്ലത്തൊക്കെയാണ്. അവിടെ വെച്ച് ആരാധനയൊക്കെ ഉണ്ട്. തേവാരുണ്ട് എന്നാണ് ഞങ്ങൾ പറയുക. തേവാരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിത്യം ചെയ്യുന്ന ആ ഒരു കർമ്മത്തിനെയാണ് കേട്ടോ തേവാരം എന്ന് പറയുക. അപ്പോൾ അവിടെ ധർമ്മശാസ്താവാണ് പരദേവതയായിട്ടുള്ളത്. ഭദ്രകാളി ഉണ്ട്. അതുപോലെ തന്നെ ശിവനും ഗണപതിയും ദുർഗാദേവിയും എല്ലാവരും, ഭഗവാൻ കൃഷ്ണനും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അടുക്കള നേദ്യം എന്നൊക്കെ പറയാറുണ്ട് പണ്ട് ആത്തേമാരുകൾ, അതായത് വിവാഹം കഴിച്ചെത്തിയിട്ടുള്ള സ്ത്രീജനങ്ങൾ അടുക്കളയിൽ വെച്ചിട്ട് നേദിക്കുക, ആരാധിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടുക്കള നേദ്യം ഇപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും എനിക്ക് പുതിയൊരു വീടൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ ആ അടുക്കള നേദ്യം പോലെ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇല്ലത്ത് നേദിക്കേണ്ട കാര്യം പറഞ്ഞു കേട്ടോ. അവിടെ പെൺകിടാങ്ങൾ, അതായത് പെൺകുട്ടികൾക്കും നേദിക്കാം, അങ്ങനെയാണ് ആ ഇല്ലത്തെ സമ്പ്രദായം. അതുകൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും ഒക്കെ നേദിക്കാൻ ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പഠിച്ച് നേദിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേദിക്കുക എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷാൽ ദിവസങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിനാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാളിനാവാം, അല്ലെങ്കിൽ 30 വ്യാഴാഴ്ച ആവാം, ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങൾ വിചാരിച്ചിട്ട് അതൊന്നും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി വിചാരിക്കുക. നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണന് അത് നമുക്ക് കൊണ്ടുപോയിട്ട് ഭഗവാനെ ഇത് എങ്ങനെയുണ്ട് എന്ന് കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അത് എങ്ങനെയാണ് നേദിക്കേണ്ടത് ചോദിച്ചാൽ ഇവിടെ നേദിക്കണത് മന്ത്രപൂർവ്വം തന്നെയാണ് കേട്ടോ. അങ്ങനെ നേദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു തുളസിയില ആ നേദ്യത്തിൽ ഇട്ടിട്ട് ഇത് ഉണ്ണികൃഷ്ണന് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഭഗവാന് സന്തോഷാവണേ എന്ന് പറഞ്ഞ് ഒന്ന് നമസ്കരിക്കുകയും കൂടി ചെയ്താണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അതൊക്കെ സ്വീകരിക്കും. ഇതാട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ കഴിയാവുന്നത് പോലെ ചെയ്തോളൂ. അടുത്തതായിട്ട് നിഷ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നാരായണീയം എഴുതിയത് ഗുരുവായൂരിൽ ഭഗവാന് സമർപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ എന്ന്. ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. അതല്ല നാലമ്പലത്തിലേക്ക് കടക്കുന്നില്ല, ചുറ്റമ്പലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് തൊഴുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിലായാലും സമർപ്പിക്കാം. നമ്മൾ കൊണ്ടുവരുന്ന എന്ത് വസ്തുക്കളാണെങ്കിലും ഗുരുവായൂരപ്പനെ കാണിക്കുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭഗവാന് സന്തോഷമാകാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത് ഒന്നിനും തന്നെ നമ്മൾ അവിടുന്ന് പ്രത്യേകിച്ച് ഷീട്ടെടുക്കാനില്ല കേട്ടോ. ഒരുവിധം സാധനങ്ങളെല്ലാം
നമുക്ക് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ തന്നെ സമർപ്പിക്കാം. അതായത് അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തൊന്നും നമ്മൾ കൊണ്ടുവരില്ലല്ലോ. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന എന്ത് സാധനമാണെങ്കിലും നാലമ്പലത്തിനകത്ത് ഗുരുവായൂരപ്പനെ മണ്ഡപത്തിൽ തന്നെ സമർപ്പിക്കാം. അത് അകത്തേക്ക് പ്രവേശിക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, 8 പത്നിമാരുടെ കാര്യം. അത് വിസ്തരിച്ചിട്ട് ജിജി എന്ന ഭക്ത എഴുതിയിട്ടുണ്ട് കേട്ടോ. രുക്മിണി വിദർഭയിലെ ഭീഷ്മകപുത്രി, സത്യഭാമ സിത്രാജിത്തിൻ്റെ പുത്രി, ജാമ്പവതി ഋഷരാജനായ ജാമ്പവാന്റെ പുത്രി, കാളിന്തി സൂര്യപുത്രി, മിത്രവിന്ദ കൃഷ്ണന്റെ പിതൃസഹോദരി രാജാതിദേവിയുടെ പുത്രി, സത്യ കോസല രാജാവായ നഗ്നജിത്തിന്റെ പുത്രി, ഭദ്ര കൃഷ്ണന്റെ പിതൃ സഹോദരിയായ കേകയ രാജ്യത്തെ ശ്രുതകീർത്തിയുടെ പുത്രി, ലക്ഷണ മദ്ര രാജാവിൻ്റെ പുത്രി. ഇങ്ങനെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിസ്തരിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ അതുകൊണ്ട് അതൊന്ന് വായിച്ചു എന്നേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട, അയ്യോ എനിക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാൻ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരാൾ നന്നായിട്ട് പറയുമ്പോൾ നമ്മളതൊന്ന് എന്താ പറയുക, ഒരു അപ്രീസിയേഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതല്ലാണ്ട് അറിയാത്ത ആൾക്കാരോട് എനിക്കൊട്ടും പുച്ഛമില്ല, ഒട്ടും പരിഹാസമില്ല. കാരണം എനിക്ക് തന്നെ അറിയാം എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ഗീതു ശ്രീകുമാർ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ആടിയ എണ്ണയെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ, ഉപയോഗിക്കാൻ എന്തിനൊക്കെയാണോ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്നാണ്. ആടിയ എണ്ണ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്യുന്ന എണ്ണയാണ്. ശ്രീ ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും നിർമാല്യം കഴിഞ്ഞാൽ എണ്ണാഭിഷേകമാണ്. എണ്ണാഭിഷേകത്തിൻ്റെ ആ പ്രസാദമാണ് നമുക്ക്. അതായത് ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്ന, ഇന്നും പൂജിക്കപ്പെടുന്ന ആ ദിവ്യ വിഗ്രഹത്തിലെ അഭിഷേകം ചെയ്ത എണ്ണയാണ് നമുക്ക് ആടിയ എണ്ണയായിട്ട് പ്രസാദമായിട്ട് കിട്ടുന്നത്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നമുക്ക് കാൽമുട്ടിൻ്റെ വേദന, കൈമുട്ടിൻ്റെ വേദന, അല്ലെങ്കിൽ ഉളുക്ക്, ചതവ്, ഇങ്ങനെയൊക്കെ പറ്റുന്ന സമയത്താണ് നമ്മൾ ഈ ആടിയ എണ്ണ നല്ലോണം തേച്ചിട്ട് ആ ഒരു ചൂടുവെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. നാമം ജപിച്ചുകൊണ്ട് എണ്ണ ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് അതിൻ്റെ ഉപയോഗം. ഇത് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പാടുമെന്നാണ് അടുത്ത ചോദ്യം ഉണ്ടാവുക. തീർച്ചയായിട്ടും കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാം. കാരണം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ 2 പ്രാവശ്യം കുളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇനി പീരീഡ്സ് ടൈമിൽ ഉപയോഗിക്കാൻ പാടുമെന്നും, സാധാരണഗതിയിൽ നമ്മൾ ഗുരുവായൂരപ്പനെ അങ്കട് നീതിക്കാനായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ശുദ്ധമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ഏത് സമയത്തും സ്വീകരിക്കാം എന്നാണ് പറയുക. എന്നാലും പീരീഡ്സ് ടൈമിൽ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്താണോ ചെയ്യണത് അതാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ, സാധാരണ പോലെ ഷീട്ടാക്കി വാങ്ങിക്കാൻ സാധിക്കും. പഴമ്പഞ്ചസാരയും എണ്ണയും പാൽപ്പായസമൊക്കെ നമ്മൾ ഷീട്ടാക്കുന്ന അതേ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ആടിയ എണ്ണ എന്ന് പറഞ്ഞാൽ ഷീട്ടാക്കാൻ പറ്റും. ഇത് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഭിഷേകം ഓയിൽ എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇതാണ് കേട്ടോ, ഈ ആടിയ എണ്ണയാണ്. ഇതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് ചോദിച്ചാൽ, ഇത് ഷീട്ടാക്കുക, അപ്പുറത്തെ പ്രസാദ കൗണ്ടറിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം കിട്ടുകയും ചെയ്യും. ഡപ്പയും കൂടി കൂടെ നമ്മൾ ഷീട്ടാക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച്. ഇനി എന്തെങ്കിലും വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്തത് ഞാൻ ഇത് വായിക്കാം കേട്ടോ. നീത എന്ന ഭക്തയാണ് എഴുതിയിരിക്കുന്നത്. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ട് പുനരെന്തൊന്ന് വാങ് മനസ്സ് കായങ്ങൾ ചെയ്തതുമെന്തെന്നു മേലിലും ഇതെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ എന്നാണ് കേട്ടോ. അതായത് ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇന്ന് വരെ ഞാൻ ചെയ്തതും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും എൻ്റെ പൊന്നു ഗുരുവായൂരപ്പന് സന്തോഷമായി വരണേ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് നല്ല രസമായിട്ട് തോന്നിയ കാരണം ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടാവും കേട്ടോ, എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും, എന്നാലും ഞാനൊന്ന് വായിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സനീഷ് രഞ്ജിനി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ വരുമ്പോൾ തൊഴേണ്ട രീതികളൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ഗുരുവായൂർ വരുമ്പോൾ തൊഴേണ്ട രീതി, മമ്മിയുടെ അമ്പലത്തിൽ എന്തായാലും തൊഴണം, അതാണ് ആദ്യത്തെ നിയമം.
മമ്മിയൂരപ്പനെ കൂടി അനുസ്മരിക്കണം എന്നുള്ളത്. നമുക്ക് ഗുരുവായൂർ വരുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ പാലിക്കുന്ന നിയമങ്ങളെല്ലാം അതേപടി ചിലപ്പോൾ നമുക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഇതൊരു മഹാക്ഷേത്രമായതുകൊണ്ടും പിന്നെ ഇവിടെ എന്നും തിരക്കാണ്. ഇന്നൊക്കെ ശരിക്കും ഏകാദശിയുടെ പോലെ തിരക്കായിരുന്നു കേട്ടോ. അത്രയും തിരക്കാണ് ഇവിടെ, എന്നും തിരക്കുള്ള ക്ഷേത്രവും ആയതുകൊണ്ട് സാധാരണ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ എന്താ ചെയ്യുക, നേരെ പോയി കുളിച്ച് ഭക്ഷണമൊന്നും കഴിക്കണതിന് മുമ്പ് രാവിലെ ആണെങ്കിൽ നമ്മൾ പോയി തൊഴും. ഇനി ഉച്ച വരെയൊന്നും ആക്കാൻ നിൽക്കില്ല അല്ലേ. അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാണ് തൊഴുന്നതെങ്കിലും നമ്മൾ നേരെ കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് അതിനുശേഷം ഡിന്നറൊക്കെ കഴിക്കുക അല്ലേ. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വന്നിട്ട് 4, 5, 6 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ നെയ്വിളക്ക് എടുത്ത് ചീട്ടാക്കിയിട്ടാണ് കയറുന്നതെങ്കിലും തിരക്കുള്ള ദിവസമാണെങ്കിൽ മിനിമം 2 മണിക്കൂർ നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പം അതൊക്കെ കണക്കാക്കി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്നോളൂ കേട്ടോ. സവിത എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന് നമ്മളിങ്ങനെ വിശന്ന് വലഞ്ഞൊക്കെ വരുന്നത് കാണുമ്പോൾ അയ്യോ വിഷമാവുകയല്ലേ ചെയ്യുക, ഉണ്ണികൃഷ്ണന് നല്ല സങ്കടമാവുക ചെയ്യുക. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ണികൃഷ്ണ അങ്ങേ കാണാൻ വന്നതാന്ന് പറഞ്ഞാണ്ടല്ലോ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവവും വിശ്വാസവും. അപ്പോൾ അതുപോലെയാണ് ഞാനും പറയണത്. അപ്പോൾ നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക. നേരെ വന്നിട്ട് പടിഞ്ഞാറേ ഗോപുരം വഴിയോ അതല്ലെങ്കിൽ ഭഗവതിക്കേട്ട് വഴിയോ നമുക്ക് അകത്തേക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് അടിപ്രദക്ഷിണം വെക്കണോ, ശയനപ്രദക്ഷിണം വെക്കണോ, തുലാഭാരം തൂക്കണോ, ആൾരൂപം എടുത്തു വെക്കണോ, ഷീട്ടാക്കണോ, പ്രസാദങ്ങൾ വാങ്ങണോ, ഈ വക എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ തീർത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്യൂ സംവിധാനത്തിൽ നിന്നിട്ട് തൊഴാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആദ്യം തന്നെ ക്യൂവിൽ കയറി നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ഇതൊക്കെ ചെയ്യാനായിട്ട്. ആദ്യം ഇതൊക്കെ കഴിഞ്ഞോട്ടെ. അതിനുശേഷം ഇവിടെ തൊഴുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ പ്രവേശന കവാടത്തിൽ നിന്ന് അകത്തേക്ക് കടന്ന ഉടനെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ഇടതുവശത്തായിട്ട് നാരായണീയം എഴുതിയ സ്ഥലം, മേൽപ്പത്തൂര് നാരായണീയം രചിച്ച സ്ഥലം എന്നൊരു ഫലകം കാണാം. അവിടെ ഒന്ന് തൊട്ട് തൊഴുതോളൂ. പിന്നെയും മുന്നോട്ട് നടന്നോളൂ. മണ്ഡപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നന്നായിട്ട് കണ്ടു തൊഴാം. പക്ഷേ ഈ മണ്ഡപത്തിൻ്റെ അവിടെ എത്തണ വരെ നമ്മളിങ്ങനെ വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഏന്തി വലിഞ്ഞൊക്കെ അപ്പോഴേ ഗുരുവായൂരപ്പനെ നോക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അടുത്തെത്തുമ്പോൾ ശരിക്കും നിൽക്കാനുള്ള സമയമൊന്നും തരില്ല. എത്ര മണിക്കൂർ നമ്മൾ വരിയിൽ നിന്നതാണെന്ന് പറഞ്ഞാലും 1 നിമിഷം മാത്രമേ നമുക്ക് മുമ്പിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുമ്പിൽ എത്തുന്നതിനേക്കാളും മുമ്പ് തന്നെ ഭഗവാന്റെ ആ രൂപം ഒന്ന് ഹൃദയസ്ഥമാക്കാനായിട്ട് ശ്രമിച്ചു നോക്കൂ. ഭാഗ്യമുണ്ട് വെച്ചാൽ സോപാനത്തിൻ്റെ കൂടിയും തൊഴാൻ പറ്റും. ഇപ്പം തിരക്ക് കൂടുതലായ കാരണം അങ്ങനെ തരാവാറില്ല കേട്ടോ. എന്നാലും പിന്നെ പ്രദക്ഷിണായിട്ട് പോകുമ്പോൾ സപ്തമാതൃക്കളുടെ അവിടുന്ന് ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ അവിടെ ധർമ്മശാസ്താവിനെ കാണാം, നമ്മുടെ അയ്യപ്പസ്വാമിയെ. അവിടെ നിന്ന് ഒന്ന് ധ്യാനിച്ച് തൊഴുതിട്ട് മുന്നോട്ട് നടന്ന് ഗണപതിയെ തൊഴാം. ഗണപതിയെ തൊഴുമ്പോൾ പുറകുവശത്തായിട്ട് സരസ്വതി അറയുണ്ട്. അപ്പോൾ സരസ്വതിയെ കൂടി തൊഴണം. പുറകുവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകുവശമാണ് കേട്ടോ. ഗണപതിക്ക് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സരസ്വതി ദേവി ഇരിക്കുന്നത്. പിന്നെ പ്രദക്ഷിണമായിട്ട് നമ്മൾ വരുമ്പോൾ ദശാവതാര തൂണ് തുടങ്ങും. നേരെ ഗണപതിയുടെ പുറകുവശത്തു നിന്നാട്ടോ തുടങ്ങുക. അതിനുശേഷം ഓരോ അവതാര തൂണ്, ഇനിയിപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി, അർച്ചന, പ്രസാദം എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ മേൽശാന്തി ഇരിക്കേണ്ടായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രസാദം വാങ്ങാം. അല്ലെങ്കിൽ ഓദിക്കന്മാരായിരിക്കും, അവിടെ നിന്ന് പ്രസാദം വാങ്ങാം. പിന്നെ നേരെ പുറകുവശത്ത്, ശ്രീലകത്തിൻ്റെ നേരെ പുറകുവശത്ത് നമസ്കരിക്കുന്നത് കാണാം ഭക്തജനങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു സാന്നിധ്യം കാണാം നമുക്ക് ചുമരിൽ ഒരു ശില്പരൂപത്തിൽ. അദ്ദേഹത്തിനെ ഒന്ന് ധ്യാനിച്ച് തൊഴാം. പിന്നെ നേരെ പുറകിലേക്ക് നോക്കിയാൽ ഈ ദശാവതാര തൂണ് പിടിച്ചുകൊണ്ട് പോയാൽ വൈകുണ്ഠ നാരായണനെ കാണാം. അനന്തശായിയായിട്ട് ശ്രീ പത്മനാഭസ്വാമിയെ പോലെ അവിടെ കാണാം കേട്ടോ. അവിടെയും ഒന്ന് തൊഴുതോളൂ. അതിനുശേഷം വീണ്ടും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ ദശാവതാര തൂണിൽ 9ാമത്തെ തൂണിലായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൊന്നോടക്കോയിൽ വിളിച്ച് നിൽക്കുന്നത് കാണാം. അവിടെ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം കേട്ടോ. കാരണം മുമ്പ് നിന്ന് നമ്മളെ പെട്ടെന്ന് തള്ളി മാറ്റുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ വിസ്തരിച്ച് പറയാം. അതിനുശേഷം മുരുകൻ്റെ, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു സാന്നിധ്യം കാണാം. അങ്ങോട്ട് നോക്കിയ ആളുകൾ തൊഴുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും അവിടെ ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞ് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം, രാധാകൃഷ്ണന്മാർ, പിന്നെ കാളിയമർദ്ദന രൂപം. ഇത്രയും തൊഴുത് കഴിഞ്ഞാൽ ആ കാളിയമർദ്ദനത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ നമുക്ക് താമരക്കണ്ണനെ കാണാൻ പറ്റും കേട്ടോ. താമരക്കണ്ണനോട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നതാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക് തൊഴാം. അതിനുശേഷം പിന്നെ അടുത്ത തൂണ് വനഭോജന കൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ വനഭോജന കൃഷ്ണനെയും തൊഴുതിട്ട്
പുറത്തേക്ക് കിടക്കുക. പിന്നെ എടത്തരികത്തുകാവിലെ അമ്മയെ തൊഴുക, തീർത്ഥം വാങ്ങുക, ചന്ദനപ്രസാദം വാങ്ങുക, പ്രദക്ഷിണമായിട്ട് വരിക, മഞ്ചാടിച്ചെമ്പിൽ മഞ്ചാടി വാരുക. മഞ്ചാടിച്ചെമ്പിൻ്റെ അടുത്തൊരു ഉണ്ണികൃഷ്ണൻ വായ തുറന്നിരിക്കുന്നുണ്ടാവും, ആ ഉണ്ണികൃഷ്ണനെ നോക്കി ഒന്ന് തൊഴുക. പിന്നെ കൊടിമരത്തിൻ്റെ അവിടുന്ന് തൊഴുക, പ്രദക്ഷിണം വയ്ക്കുക, കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുക. അതിനുശേഷം അയ്യപ്പസ്വാമിയെ തൊഴുക, വീണ്ടും പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം വരുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്തതായിട്ട് മോളെ ഞാൻ എല്ലാ മാസവും കണ്ണനെ കാണാൻ വരുന്നുണ്ട്. മാസാവസാനം അതായത് തുലാമാസം 30 വന്നിട്ട് വൃശ്ചിക മാസം 1-ാം തീയതി തൊഴുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഷീല എന്ന ഭക്ത ചോദിച്ചിരിക്കണേ കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നും പറയാനില്ല. അനേകം ഭക്തർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. യാത്രാ ബുദ്ധിമുട്ട്, താമസ സൗകര്യങ്ങൾ ശരിയാക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇവർ 2 മാസത്തെ തൊഴിൽ ഒറ്റ തവണ കൊണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇടയ്ക്ക് അതിനൊരു പരിഭവം കാണിച്ചിട്ട് നമ്മളുടെ ആ തൊഴിൽ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ചില ആളുകൾ അങ്ങനെയും അനുഭവം പറയാറുണ്ട്. പക്ഷെ അതൊരു ദോഷമൊന്നും അല്ല കേട്ടോ. അങ്ങനെ അങ്ങനെ വരാറുള്ള അനേകം പേരുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, നമ്മുടെ ഉണ്ണികൃഷ്ണന് ശരിക്കും നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അങ്ങനെ കോപിക്കൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തുള്ളൂ. ഇനിയും അനേകം ചോദ്യങ്ങളുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിനായിട്ട് നിങ്ങൾ 2 ദിവസമെങ്കിലും കാത്തിരിക്കണം. ഞാനിപ്പോൾ ഒക്കെ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാ എപ്പിസോഡുകളും മുൻകൂട്ടി ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടാവും. ആൻസർ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആൻസർ ഒരു 2 എപ്പിസോഡിലും കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ രണ്ടാമത് ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ റിപ്പീറ്റേഷൻ വരുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് 2 എപ്പിസോഡ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. 3-ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രണ്ടാമത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ഇന്നത്തെ കഥ പറയാം ഞാനിന്ന്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞ അഷ്ടപത്നിമാരിൽ 3 പേരുടെ കഥ എല്ലാവർക്കും അറിയാം. 5 പത്നിമാരുടെ കഥ പറയണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയണത്. ഭഗവാന്റെ അഷ്ടപത്നിമാരിൽ 5 കന്യകമാരെ എങ്ങനെയാണ് വിവാഹം ചെയ്തത്. ആദ്യത്തെ രുക്മിണി ദേവി, രണ്ടാമത് ജാമ്പവതി, 3-ാമത് സത്യഭാമ. ഈ 3 പേരുടെ കഥയും നമുക്കറിയാവുന്നതാണ്. 4-ാമത് കാളിന്തിയാണ് കേട്ടോ. കാളിന്തി എന്ന് പറഞ്ഞാൽ സൂര്യപുത്രിയാണ് കാളിന്തി. യമുനാ നദിയുടെ, അതായത് കാളിന്തിയുടെ അതിദേവത കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. സൂര്യപുത്ര ഒരു ദിവസം ഹസ്തിനപുരത്ത് ഭഗവാനുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരത്തേക്ക് വരാറുണ്ട് കേട്ടോ. കാരണം ഭഗവാന്റെ കസിൻസ് ആണല്ലോ ഈ പഞ്ചപാണ്ഡവന്മാർ. അപ്പോൾ ഭഗവാന് അവരോട് വളരെയധികം ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനനും ഭഗവാനുമാണ് അതിൽ സമപ്രായക്കാരെന്നാണ് പറയാറുള്ളത്. ഭീമനും യുധിഷ്ഠിരനും മേലെയാണെന്നും നകുലനും സഹദേവനും താഴെയാണെന്നും അർജുനൻ സമപ്രായമാണ് എന്നുമാണ് പറയാറുള്ളത്. അത് ആചാര്യൻ എടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം അർജുനനോട് ഒരു ഫ്രണ്ട്ലി അടുപ്പമാണ് ഭഗവാനുള്ളത്. അപ്പം ഈ അർജുനനും ഭഗവാനും കൂടിയിട്ട് നായാട്ടിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് അവർ വെള്ളം കുടിക്കാനായിട്ട് കാളിന്തി തീരത്തെത്തുന്നത്, യമുനാ നദിയുടെ തീരത്തെത്തുന്ന സമയത്ത് അവിടെ ഒരു കന്യക ഇരുന്ന് തപസ്സനുഷ്ഠിക്കുന്നത്, നാമം ജപിക്കുന്നതൊക്കെ കാണാനിടയായി അർജുനൻ. ഭഗവാൻ പറഞ്ഞു, എന്താണെന്ന് അന്വേഷിക്കൂ, ഒരു കന്യക അവിടെ ഇരിക്കുന്നത് എന്ന്. അർജുനൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ മഹാവിഷ്ണുവിനെ തന്നെ പതിയായി ലഭിക്കാൻ വേണ്ടി സൂര്യപുത്രിയായ കാളിന്തിയായ ഞാൻ തപസ് ചെയ്യാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ആ കാളിന്തിയെ സ്വീകരിച്ചു, ദ്വാരകയിലേക്ക് കൊണ്ടുപോയി സ്വീകരിച്ചു എന്നാണ് 4-ാമത്തെ പത്നിയുടെ കാര്യം. ഇനി 5-ാമത് ഉള്ളത് മിത്രവിന്ദ ദേവിയാണ്. മിത്രവിന്ദ ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മകളാണ് കേട്ടോ. അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്, രാജാതി ദേവിയുടെ മകളാണ്. രാജാതി ദേവിക്ക് വിന്ദൻ എന്നും അനുവിന്ദൻ എന്നും പറഞ്ഞിട്ട് 2 സഹോദരന്മാരാണ് ഉള്ളത്, വിന്ദാനുവിന്ദന്മാർ. ഇവർ 2 പേർക്കും തീരെ ഇഷ്ടമില്ല കേട്ടോ ഭഗവാനെ. മിത്രവിന്ദയ്ക്കാണെങ്കിൽ ഭഗവാനെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. അത് ഭഗവാന് നന്നായിട്ട് അറിയാം. പക്ഷേ ഭഗവാനെ ക്ഷണിക്കാതെ മിത്രവിന്ദയുടെ സ്വയംവരം നിശ്ചയിക്കുകയാണ് വിന്ദാനുവിന്ദന്മാർ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മിത്രവിന്ദയുടെ ആഗ്രഹപ്രകാരം അവിടെ ചെന്നിട്ട് മിത്രവിന്ദയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു കേട്ടോ. അപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നുക തട്ടിക്കൊണ്ടുപോയതാണെന്നാണ്. പക്ഷെ മിത്രവിന്ദയുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു ഭഗവാൻ മിത്രവിന്ദയെ സ്വീകരിച്ചത്.
അത് കഴിഞ്ഞാൽ കാളിന്തി, മിത്രവിന്ദ, സത്യ. അടുത്തതായിട്ട് സത്യ, നഗ്നജിതി എന്നുകൂടി അറിയപ്പെടുന്ന സത്യ എന്ന ഭാര്യയാണ് അടുത്തതായിട്ട്. നഗ്നജിത്ത് എന്ന ആ രാജാവിൻ്റെ മകളായിരുന്നു. നഗ്നജിത്ത് രാജാവിന് ഭഗവാന്റെ എല്ലാ കഥകളും കേട്ടിട്ട് ഭഗവാന് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നിയിത്രേ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? 7 കാളകളെ ഒരേ സമയം മെരുക്കി മൂക്ക് കയറിടുക എന്നൊക്കെ പറയില്ലേ, തളയ്ക്കുന്ന ആൾക്ക് മാത്രമാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചു നൽകുകയുള്ളൂ എന്നൊരു നിബന്ധന വെച്ചു. അദ്ദേഹം മനഃപൂർവ്വം വെച്ച നിബന്ധനയായിരുന്നു അതെന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഭഗവാനെ കൊണ്ട് ഒരേ സമയം 7 രൂപങ്ങളെടുത്ത് 7 കാളകളെ തളയ്ക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണത്രേ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്. അപ്പോൾ ഭഗവാൻ ഇതറിഞ്ഞുകൊണ്ട് ഈ രാജാവിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ എത്തി 7 രൂപങ്ങളെടുത്ത് 7 കാളകളെ ഒരേ സമയം തളച്ചതുകൊണ്ടാണ് സത്യ എന്ന ഭാര്യയെ സ്വീകരിക്കാൻ ഇടയായത് എന്നാണ്. അപ്പോൾ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര. ഭദ്ര എന്നത് മറ്റൊരു പിതൃ സഹോദരിയുടെ മകളാണ് ഭദ്ര. അവർ വളരെ സന്തോഷപൂർവ്വമാണത്രേ ഭഗവാന് ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തത്. അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ കഥകളൊന്നുമില്ല. പിതൃ സഹോദരിയുടെ മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ മുറപ്പെണ്ണ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എന്താ പറയുക, ആ ഒരു ബന്ധമാണല്ലോ ഭഗവാൻ. അപ്പോൾ അവർക്ക് വലിയ മോഹമായിരുന്നു ഭഗവാന് തന്നെ ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന്. അങ്ങനെ നടന്ന വിവാഹമാണ് ഭദ്രയും കൃഷ്ണനും തമ്മിൽ. അടുത്തതായിട്ട് ലക്ഷ്മണ എന്നും അറിയപ്പെടുന്ന ലക്ഷണയെയാണ് ഭഗവാൻ 8ാമതായി സ്വീകരിച്ചത്. ഈ സൗത്ത് ഇന്ത്യയിലെ ഒരു ബന്ധമാണ് അത്രേ ഭഗവാൻ ഈ ലക്ഷണ എന്ന കന്യയ്ക്ക്. മദ്ര രാജാവിൻ്റെ മകളാണ്. അപ്പോൾ ആചാര്യൻ പറയാറുണ്ട് ഭഗവാന്റെ ആ ലീലകളെല്ലാം നോർത്ത് ഇന്ത്യയിലാണല്ലോ, വടക്കേ ഇന്ത്യയിലാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പം തെക്കേ ഇന്ത്യ ആയിട്ടുള്ള ഭഗവാന്റെ ബന്ധമാണ് ഈ ഒരു ലക്ഷണ എന്ന ഭാര്യ എന്ന് പറയാറുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് സദേൺ റീജിയനിൽ നിന്നാണ് ആ ലക്ഷണയെ വിവാഹം ചെയ്തത്. ലക്ഷണയെ വിവാഹം ചെയ്തത് അർജുനൻ എങ്ങനെയാണോ പാഞ്ചാലിയെ സ്വീകരിച്ചത് അതേമാതിരിയാണത്രേ. അതായത് ഒരു മത്സ്യത്തിൻ്റെ രൂപം, ഉയരങ്ങളിൽ വെച്ചിട്ടുള്ള മത്സ്യത്തിൻ്റെ ഒരു രൂപം, അത് ജലാശയത്തിൽ അതിൻ്റെ പ്രതിബിംബം കണ്ടിട്ട് ആ മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പെയ്ത് കൊള്ളിക്കുന്ന ആളാരാണോ അവർക്കാണ് ആ കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു കണ്ടീഷൻ. ഭഗവാൻ അത് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിച്ചു എന്നും അങ്ങനെയാണ് ആ ഒരു കന്യകയെ ഭഗവാൻ വിവാഹം ചെയ്തത് എന്നുമാണ് കഥ. അതിനുശേഷം നരകാസുരൻ്റെ തടങ്കിൽ പാർത്തിരുന്ന 16,000 കന്യകമാരെയും കൂടി ഭഗവാൻ വിവാഹം ചെയ്തതോടുകൂടിയാണ് 16,008 പത്നിമാര് ഭഗവാൻ ഉണ്ടായത് എന്നാണ് കഥ. അപ്പോൾ ആ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ആ 8 പത്നിമാരും ഭഗവാനും ഒന്നിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. ഇനി സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.